വിജയത്തിലേക്ക് നടന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ ഔലിയാ ശൃംഖലയിൽപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് ശരീഫുൽ മദനി തങ്ങളുടെ പേരിൽ കഴിച്ചു വരാനുള്ള 432-ാം വാർഷികവും 22-ാം പഞ്ചവാർഷിക ചരിത്ര പ്രസിദ്ധമായ ഉള്ളാള ഉറൂസ് മതവിജ്ഞാന സദസ്സിന്റെ ഉദ്ഘാടനം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله الصمد لم يلد أحد. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وشفينا مصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والزهداء والصالحين، ثم إلى حضرات أرواح أصحاب البدريين والأهديين وبسائر الصحابة وصحابيات رسولك أجمعين، وإلى حضرة الروح الشيخ سيد محمد شريف المدني قدس الله سره العزيز، وإلى حضرة روح الشيخ تاج العلماء قدس الله سره العزيز، وإلى حضرة روح السيد ويمات قدس الله سره العزيز، وإلى حضرات أرواح آبائنا أمهاتنا وأموات المسلمين مع القرى عامة إنك على كل شيء قدير. اللهم آنس وحشتهم وآمن روعتهم ونفس كربتهم ونفر محلتهم وارفع درجتهم يا رب العالمين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اغفر لهم وارحمهم واعف عنهم وعافهم وأكرم نزلهم ووسع مدخلهم يا رب العالمين. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل اليهود والنصارى. اللهم سلم المسلمين في كل مكان. اللهم سلم المسلمين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك وآل كل والصحابة أجمعين. أما بعد
ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉറൂസ്, ഉസ്താദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ സാദാത്തുക്കൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സയ്യിദ് അതാവുള്ള തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട കർണാടക സ്റ്റേറ്റ് സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മാണി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഉലമ ഉമറാക്കളെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഖുതുബുസ്സമാൻ അസ്സയ്യിദു ശരീഫ് മുഹമ്മദുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ 432ാമത്തെ ഉറൂസ്, 22ാമത്തെ പഞ്ചവാർഷിക ഉറൂസ് ഇന്ന് പ്രാരംഭം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങൾ ഈ നാട്ടിൽ ജീവിച്ച് വഫാത്തായിട്ട് 432 വർഷം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വഫാത്തായിട്ട് 432 വർഷം കഴിഞ്ഞു. മദീനയിൽ നിന്ന് ഈ നാട്ടിലേക്ക്, ഇതിന്റെ പരിസര പ്രദേശങ്ങളിലേക്കും ദീനീ പ്രബോധനത്തിനായി കടലിലൂടെ താണ്ടി വന്ന് ഈ നാട്ടിന്റെ മതപരവും സാംസ്കാരികവും ആയിട്ടുള്ള എല്ലാ ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ജനങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് ജീവിച്ച് കാണിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ എത്തിച്ച മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് മുഹമ്മദുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ബഹുമാനപ്പെട്ടവര് അന്ന് ഈ നൂറ്റാണ്ടിന്റെ ചരിത്ര പുരുഷൻ, ജീവിതം അർത്ഥവും ധന്യപൂർണവുമാക്കിയ മഹാമനുഷ്യ, ഇസ്ലാമിക ആത്മീയ ധാർമ്മിക ആദർശ വ്യവസ്ഥയിലെ ജ്ഞാന തേജസ്, നാടിമിടിപ്പുകളകിലവും സുന്നി സമൂഹത്തിനായി സമർപ്പിച്ച പണ്ഡിത കേസരി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഇതാ ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് അവറുകൾ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇഹപരത്തിലുള്ള ഉന്നതമായ ദറജ അല്ലാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സജിബ ഉസ്താദ്, സജിബ അബ്ദുള്ള മുസ്ലിയാർ എന്നറിയപ്പെട്ടിരുന്ന സജിബ ഉസ്താദ് ഒരു മുസ്ലിം സഹോദരന്റെ അടുക്കൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. വലിയ ഗൗരവക്കാരനായിരുന്ന അയാള് ജോലിയിൽ വല്ല
വല്ല കുറ്റവും കുറവും വരുത്തിയാൽ കഠിനമായി ശിക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം യജമാനൻ ഏൽപ്പിച്ച പണി ചെയ്യാതെ വന്നപ്പോ യജമാനനെ ശിക്ഷിക്കുമല്ലോ എന്നോർത്ത് പേടിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ പേരിൽ ഒരു 4 അണ നേർച്ചയാക്കി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ 4 അണ നേർച്ചയാക്കി. ആ നേർച്ചയുടെ ശേഷം അത് കഴിഞ്ഞിട്ട് യജമാനനെ കണ്ടപ്പോ അയാൾ വീഴ്ച വരുത്തിയ കാര്യം തന്നെ യജമാനൻ മറന്നുപോയി. അദ്ദേഹത്തിനോട് ഒന്നും പ്രതികാരം ചെയ്തില്ല, ശിക്ഷിച്ചില്ല. അപ്പോ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പക്ഷേ 4 അണയുടെ പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ തോട്ടത്തിൽ കുതിരപ്പുറത്ത് വെള്ള ഡ്രസ് ധരിച്ചുകൊണ്ട് ഒരു യുവാവ് യാത്ര ചെയ്യുന്നതായി കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തോട് ഈ സരിഫ അബ്ദുള്ള ഉസ്താദ്, അന്ന് ഉസ്താദായിട്ടില്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനാണ് നിങ്ങൾ നേർച്ചയാക്കിയിട്ടുള്ള മുഹമ്മദ് ഷരീഫുൽ മദനി, എന്റെ 4 അണ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സജിഫ് ഉസ്താദ് നേർച്ചയാക്കിയ കാര്യം ഓർക്കുന്നത്. അങ്ങനെ നേർച്ച വീടി അദ്ദേഹം തീരുമാനിച്ചു, ഇത് വലിയ മഹാനാണ്, ഈ മഹാൻ പഠിപ്പിച്ച സന്ദേശം, ജീവിത സന്ദേശം ഞാൻ ഉൾക്കൊള്ളണമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയുള്ള മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദുൽ ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. മാ ശാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيرتي أذكري. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള നമ്മുടെ എല്ലാവരുടെയും എൻ്റെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഗ്രാൻഡ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അവர்கள், മറ്റുള്ള വലിയ വലുതായിരിക്കുന്ന സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, നേതാക്കൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ്സ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ നമ്മുടെ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ട എല്ലാ ഓരോരുത്തരുടെയും എല്ലാ ശാരീരികവും മാനസികവും ലാഹിരിയും ബാത്തിനിയും റൂഹാനി ജിസ്മാനി എല്ലാ ജാതി സ്വക്കേടുകളും അല്ലാഹു ശിഫാക്കി തരുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാ ഓരോരുത്തർക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബല മുസീബാത്തുകളും തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തരാക്കുമാറാകട്ടെ. ബഹുമാനികൾ, ഇതുവരെ ദീർഘമായി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കേണ്ട ഒരു സമയം ഇതല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും വലിയ നേതൃത്വമായ നേതാവായ സുൽത്താനുലമ അവരുടെ ഒരു പാരമ്പര്യ സന്ദർഭം ഐസും ആഫിയത്ത് കുറവെല്ലാം നമ്മളെല്ലാം കടക്കിലെടുത്ത് നമ്മൾ സംസാരം നീട്ടി വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹലായ ഫദ്ലുകൊണ്ട് നമ്മളിങ്ങനെയുള്ളതായിരിക്കുന്ന ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫ് തങ്ങളുടെ ദർബാറിൽ നമ്മൾക്കെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടാൻ അല്ലാഹു സാധിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദീനും ദുനിയവും മുഖ്റബിയായ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയത്തിലാക്കി തരുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായ കബൂലായ ദീനാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു തന്നെ പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം, ദീനും അത് ഇസ്ലാം ദീനാണ്. ബഹുമാനികളെ, ഈ ദീനിനെ ഇവിടെ അല്ലാഹു സ്ഥാപിച്ചുകൊണ്ട് ഇതിനെ പ്രചാരപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷത്തിൽ പരം അമ്പിയാക്കളെ ഇവിടെ അയച്ചിട്ടുണ്ട്.
അവരെല്ലാം ഇവിടെ എല്ലാം ഒറ്റ ഒരു അഖീദൻ്റെ തൗഹീദിൻ്റെ ഹരികാരാണ്. അഖീദൻ്റെ വിഷയത്തിനകത്ത് യാതൊരു വ്യത്യാസം അവരുടെ ഇടയിലില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനത്തിൻ്റെ അകത്ത് നിലകൊള്ളുന്നതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ എല്ലാം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ഇവിടെ പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മഹാനായ മുഹ്യിദ്ദീൻ അബ്ദുൽ അറബി റളിയല്ലാഹു അൻഹു വലിയതായിരിക്കുന്ന ഹഖായിഖിൻ്റെ വലിയതായിരിക്കുന്ന സൂഫിയായിരിക്കുന്ന വലിയ നേതാവാണ്. ബഹുമാനപ്പെട്ടവർ പറയും, ഈ ലോകത്തിൻ്റെ അകത്ത് 1,24,000-ഓളം അമ്പിയാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അതേ അമ്പിയാക്കന്മാരുടെ സ്ഥാനത്തിൽ ഇവിടെ 1,00,000-ൽ പരം അമ്പിയാക്കന്മാർ എല്ലാ കാലത്തും 1,24,000 ഔലിയാക്കൾ ഇവിടെ നിലനിൽക്കുമെന്നാണ്. ഈ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ദീനിനെ ഇവിടെ പ്രചാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഖിയാമത്ത് നാൾ വരെ, ഈ ദീനിൽ അവസാനിക്കുന്നത് വരെ ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഈ ദീനിനെ ഇവിടെ പ്രചാരണം ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായതായിരിക്കുന്ന ഔലിയാക്കന്മാർ എല്ലാം ഇവിടെ ഈ ലോകത്തിൻ്റെ അകത്ത് കഴിഞ്ഞു കിടന്നവരും ഇപ്പോൾ ഉള്ളവരും ഇനി വരാനെടുക്കുന്നവർ എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ പ്രചാരം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ നമ്മൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് ഇവിടെ മുറുകെ പിടിച്ചിട്ട് നമ്മളെല്ലാം നല്ല നിലക്ക് ഇവിടെ ചെയ്യണം. അതിലേക്ക് എന്ത് വേണം? ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഉലമാവിനോട് തുടർന്നുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് നമ്മളെല്ലാം നല്ല നിലക്ക് ഇവിടെ ഒറ്റക്കെട്ടായി ഇവിടെ പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിനെല്ലാം ബാക്കിയുള്ള സംസാരിക്കുന്ന ധാരാളം ഉസ്താദന്മാർ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് എൻ്റെ സംസാരം നിന്നിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വസ്സലാമു ಕ್ಷಮಿಸಿ, ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಅತಿ ವಿಶಿಷ್ಟ ವ್ಯಕ್ತಿಯೊಬ್ಬರು ಸ್ವಾಗತ ಮಾಡುವುದರಲ್ಲಿ ಮರೆತೋಯ್ತು. ಕರ್ನಾಟಕ ರಾಜ್ಯ ಕಂಡ ಅಪ್ರತಿಮ ರಾಜಕಾರಣಿಯು, ಈ ಕ್ಷೇತ್ರದ ಶಾಸಕರು ಆದಂತಹ, ಕರ್ನಾಟಕ ರಾಜ್ಯ ಸ್ಪೀಕರ್ ಆದಂತಹ ನಮ್ಮ ಜಮಾತಿನ ಅತಿ ಮುಖ್ಯವಾದ ಹಿತೈಷಿಯಾದಂತಹ ನಮ್ಮ ಉರೂಸಿಗೆ ಹೆಚ್ಚಿನ ಅನುದಾನವನ್ನು ಬಿಡುಗಡೆ ಮಾಡುವುದರಲ್ಲಿ, ಅದೇ ರೀತಿ ನಮ್ಮ ಶರಿಯತ್ ಕಾಲೇಜಿಗೆ ಅನುದಾನ ಬಿಡುಗಡೆ ಮಾಡುವುದರಲ್ಲಿ ಎಲ್ಲ ವಿಷಯದಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರ ವಹಿಸಿದಂತಹ ಸನ್ಮಾನ್ಯ UT ಖಾದರ್ ಅವರು ನಮ್ಮ ಸ್ಟೇಜ್ನಲ್ಲಿದ್ದಾರೆ. ಅವರಿಗೆ ತುಂಬ ಹೃದಯದ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತೇನೆ. ഇനി ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫത്തി തങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ നിർദ്ദേശപ്രകാരം ദുആ നടത്തും. അതിനുശേഷം ഷെയ്ഖുന അവർ നിങ്ങളോട് സംസാരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. اللهم إنا نسألك من العصمة دوامها ومن النعمة تمامها ومن العافية حصولها ومن الرحمة شمولها ومن العيش أرغده ومن الرزق أوسعه ومن اللطف أنفعه ومن الإنعام أعمه ومن الإحسان أتمه. اللهم كن لنا يا جبار ولا تكن علينا. اللهم ختم بالسعادة آجالنا وحقق بزيادة آمالنا وقرن بالعافية غدونا وآصالنا. اجعل إلى معرفتك ورحمتك مصيرنا ومآلنا
وسبب سجال عفوك على ذنوبنا ومن علينا في صلاح عيوبنا اجعل التقوى زادنا اللهم اجعل التقوى زادنا وفي دينك اجتهادنا فإن عليك توكلنا واعتمادنا ثبتنا على نهج الاستقامة وأعذنا من موجبات الندامة يوم القيامة خفف عنا ثقل الأوزار وارزقنا معيشة الأبرار واعتق رقابنا ورقاب آبائنا وأمهاتنا ومشايخنا وأستاذنا من الدين والمظالم والنار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ولا تسلط علينا بذنوبنا من لا يرحمنا اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا ربنا تقبل منا دعاءنا ولا تردنا خائبين بمحض فضلك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. അതിമഹത്തായ വേദിയെ ദുആ കൊണ്ട് ധന്യമാക്കിയ വൈജ്ഞാനിക ഭൂമണ്ഡലങ്ങളിൽ ഭിന്നിത്തിളങ്ങുന്ന അറിവിൻ മഹാകേന്ദ്രം സയ്യിദ് അലി ബാഫക്കി തങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ. ഇനി പ്രാസ്താവിക പ്രഭാഷണത്തിനായി സയ്യിദ് മദനി ദർഗാ സമിതി അനിഷേധ്യനായ അധ്യക്ഷൻ ജനാബ് പി ജി ഹനീഫ് ഹാജി അവരുടെ പ്രാസ്താവിക പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിഹാസ പ്രസിദ്ധ കുത്തുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി തങ്ങളുടെ 435ാമത്തെ വാർഷിക 25ാമത്തെ വാർഷിക ഉറൂസ് ഉദ്ഘാടന കാര്യക്രമത്തെ വേദിക്കയിലുള്ള ഉള്ളാല ഹാസി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അതേപോലെ താജുൽ ഉലമ ഖദ്ദസല്ലാഹു അസീസ് തങ്ങളുടെ സുപുത്ര ഇമ്പിച്ച തങ്ങൾ അതേപോലെ ഞങ്ങളെ എല്ലാമായ ബാഫക്കി തങ്ങൾ അതേപോലെ ഞങ്ങളെ മാനി ഉസ്താദ് അതേപോലെ അതാവുള്ള തങ്ങൾ അഷ്റഫ് തങ്ങൾ അതേപോലെ മഷ്ഹൂർ തങ്ങൾ അതേപോലെ ഞങ്ങളെ ജമാഅത്തിലെ ചമ്മ വർഷത്തിൽ മെമ്പറായിട്ടും ഉപാധ്യക്ഷരായിട്ടും അധ്യക്ഷരായിട്ടും ഖിദ്മത്തിർത്തെ മാജി അധ്യക്ഷ കനച്ചൂർ മോന ആജി എസ്.എം.ആർ റഷീദ് ആജി ലക്കി സ്റ്റാർ അതേപോലെ ഹുസൈൻ ഉസ്താദ് മജീദ് ആജി ഷാക്കിർ ആജി എല്ലാ ഉസ്താദന്മാരും ഉമറ ലീഡർമാർ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ 110 വർഷം 5 വർഷത്തിൽ ഉറൂസായിട്ടും അതേപോലെ സ്റ്റേജിൽ ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಕರ್ನಾಟಕ ರಾಜ್ಯದ ಹಜ್ ಚೇರ್ಮನ್ ಟಿಪ್ಪೂರ್ ಅವರು ಕೂಡ ಇದ್ದಾರೆ. ಅವರನ್ನು ವಂದಿಸುತ್ತಾ 110 ವರ್ಷದ 5ാമത്തേതിൽ 105 ವರ್ಷ 106ാമത്തെ ഉറൂസും അതേപോലെ 432 വാർഷിക ഉറൂസ് കാര്യക്രമത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയില്ലേ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യത്തിന് അല്ലാഹുക്കു ലാഖ് ശുക്ർ. ഈ മദരത്തങ്ങളുടെ ദർബാറിൽ എത്ര ആൾമാര് അതേപോലെ പ്രമുഖായിട്ട് മർഹൂം ഇബ്രാഹിം ആജി 35 വർഷക്കാല കൂടെ ഹിദ്മത്ത് എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് അതിലെ ഖബർ വെച്ചാക്കട്ടെ അതിലൊന്ന് ഒട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒട്ടിക്കാക്കട്ടെ. അതേപോലെ ഇടീ ഇന്ത്യത്തേക്ക് ഇൽമുനെ പ്രകാശിച്ച് താജുൽ ഉലമ ഖദ്ദസല്ലാഹു അസീസ് 66 വർഷക്കാല കൂടെ ഈ മദർകാല ദർബാറിൽ ജീവിച്ചിട്ട് ഞങ്ങൾ നേതൃത്വം തന്നൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊട്ടിക്ക് ഞങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ. അതേപോലെ ഞങ്ങൾ അതിന് പിന്നത്തെ ഹാസി മഹാനായ ഖുറത്ത് സാദാത്ത് ഖുറത്തങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആരും മറക്കുക സാധ്യമില്ല. എന്റെ ഈ റായത്ത് ഹിദ്മത്തിന്റെ നേതൃത്വത്തെ ആളെത്തിക്കാറ് ഇന്ന് ഞങ്ങൾക്ക്
അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ഞങ്ങൾ റായത്തെ ഖാസിയത്തുല്ലെ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ എ.പി. ഉസ്താദ് എത്തിക്കും ഈ ഉറൂസുരെ നാല് വെച്ചിട്ട് ഈ ഉറൂസുരെ ധ്വജാരോഹണത്തായി പിന്നെ പണ്ടരെ പിന്നമേ ഉറൂസുരെ ഉസ്താദുമാരെ ഗസ്റ്റുമാരെ ആരെ വിളിക്കൊണ്ടു തീരുമാനാക്കരെ സമിതി ഖാസിരെ കൂപ്പൈത്തെ ഖാസിരൊട്ടിಗೆ പൈതൈತಿകരെ താജുൽ മുഖദ്ദസ് റസൂൽ അസീസ് ഹയാത്തിക്കും ഇബ്രാഹിം ആജി 35 വർഷത്തിൽ ഈ ജമാഅത്തിനെ ചുക്കാണി പിടിച്ച് തിന്നിട്ടെങ്കിലും അത് താജുൽ മാച്ചൊന്നെ പൽക്കത്തെ ഒരു പൽക്കത്തെ മീരിത്തിക്കല താജുൽ മാച്ചൊന്ന് എങ്ങനെ ചൊന്നു ആ രൂപത്തിലെത്തിക്കറി ഇബ്രാഹിം ആജി ഈ ജമാഅത്തിന് നടുപാട്ടിൽ ഇന്ത്യ നങ്കി പുല്ലെ മഹാനായ സുൽത്താൻ ഉസ്താദുണ്ട ഞങ്ങൾ ഓഫീസ് പേര് സമിതി സദസ്യന്മാര് ഉസ്താദുടെ പോയിട്ട് ഉറൂസുకు ആരെ വിളിക്കുന്നു ആരെ ഗസ്റ്റ് വിളിക്കുന്നു ആരെ വാല വിളിക്കുന്നു ആരെ ഉദ്ഘാടനಕ್ಕೆ വിളിക്കുന്നു ചൊന്നു ഫസ്റ്റ് ഞങ്ങൾ മർക്കസ് പോയിട്ട് ഉസ്താദുടെ കേൾക്കുമ്പോൾ ഉസ്താദ് ചെന്ന ഫസ്റ്റ് ബൽക്കൈത്തിക്കര് ഉദ്ഘാടനಕ್ಕೆ ഈ ഉറൂസിന്റെ ഉദ്ഘാടനಕ್ಕೆ നിങ്ങൾ വിളിക്കുന്നു മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളൈത്തിക്കര് ചൊന്നു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അത് മാത്രമല്ല അപ്പനെ ഹാദിമയുടെ ചൊന്തു വിളിച്ചിട്ട് നൈന് തങ്ങൾക്ക് നക്ക് മൊബൈൽ കോൾ ആക്കി താ ചൊന്തു തങ്ങൾക്ക് മൊബൈൽ കോൾ ആക്കിയിട്ട് തങ്ങളുട്ട മഹാനായ ഞങ്ങളെ ഹാജി സുൽത്താൻ ഉസ്താദ് പക്ക പറഞ്ഞിട്ട് ഉള്ളാലത്തെ ഉറൂസ് ഉണ്ട് ഈ ഉറൂസ് പിടിക്കൂ ഉറൂസ് കമ്മിറ്റി അധ്യക്ഷനും സെക്രട്ടറിയും മെമ്പർമാർ വന്നൊരാറ് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഉറൂസ് പറഞ്ഞു ചൊന്തു ആദ്യക്ഷണ ഈ ഉറൂസുരെ ആദ്യത്തെ വിളിച്ചരെ ഞങ്ങളെ ഹാജി മഹാനായ എ.പി. ഉസ്താദ് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളൈത്തിക്കര് അത് മാത്രമല്ല ഞങ്ങളുടെ ചൊന്തു നിങ്ങൾ അവിടെ പോയിട്ട് വിളിക്കോളൂ തങ്ങളുടെ കേട്ടിട്ട് തങ്ങയോടുണ്ട് തങ്ങ ചൊന്തു ನಾನು അവിടെ ഓഫീസിലുള്ള ചേലാർ ഓഫീസിലുള്ള ചൊന്തു ഞങ്ങളെ കട്ടിട്ട് ഞങ്ങൾ തങ്ങളെ മുട്ട പോയ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ജിഫ്രി സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞങ്ങളെ ഭാരി ചന്തത്ത് ഞങ്ങളെ സ്വീകരിച്ചിട്ട് ഞങ്ങളെ ഓഫീസിൽ തൈപ്പാടിട്ട് വിഷയെല്ലാം കേട്ടിട്ട് ഡിസ്കസ് ആക്കിയിട്ട് അതേപോലെ ആ തങ്ങളെ കയ്യിൽ നിന്ന് ഡെയിലി എടുത്തിട്ട് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് തങ്ങമേ തന്നിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് ഈ ഡേറ്റ് നാളെ ബണ്ടേ ചൊന്തു ഉദ്ഘാടനം എഴുതിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഞങ്ങളെ ആ ഒത്ത് ആ ദച്ച ആ നേര ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു ഹത്തായിത്തിക്കറി ಅದು ಮಾತ್ರ ഞങ്ങളെ ಬಿಟ್ಟಿಲ್ಲ മഹാനായ സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞങ്ങളെ ഒട്ടിಗೆ തെച്ചിട്ട് ചോറുന്നു പാടി താല കട്ടിട്ട് അൽഹംദുലില്ലാ ഇന്നലെ തോലും തങ്ങ ബണ്ടണ്ടിട്ട് തങ്ങ ಬಂತಿಂತೆ ಇಂದು ಸುಬೇರಿ കാഞ്ഞങ്ങാട് എന്താ ഒരു അത്യാവശ്യ വിഷയത്തിലേക്ക് തങ്ങള് റായത്ത് പോയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനർക്ക് ബണ്ടേ ചൊന്നു ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അല്ലാഹു തആല അതിലൂടെ ബറക്കും ഞങ്ങൾക്ക് ദുആ ആശീർവാദാക്കും ഇതഫജർ തർക്കും അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ അതിലേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ പിരിസത്തെ ഉള്ളാല ജമാഅത്തും ഈ റായത്തും ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ചെന്ന് ഈ ഉറൂസ് കർണാടക രാജ്യത്തിൽ വെച്ചിട്ട് ഇത്ര വലിയ ഉറൂസ് ഏത് ജാഗയിൽ നടക്കില്ല സാധാരണ 25 ലക്ഷം ആൾമാർ ബണ്ട നിരീക്ഷയുണ്ട് ലാസ്റ്റ് നാല് അന്നദാനത്തിന് 4 to 5 ലക്ഷം ആൾമാർ കൂടെ ബന്ധു ചോർന്നുകൊണ്ടു ഈ ആൾമാരെ ഈ വന്ന എല്ലാ സിയാറത്ത് വന്ന എല്ലാ ആൾമാരെ സ്വീകരിക്കരുത് ഉള്ളാല ജമാഅത്തിലെ ഞങ്ങളെ എല്ലാരെ കർത്തവ്യത്തിക്കരുത് ഞങ്ങളെ ഔത്തുകു ബിന്ദർമാർ വന്നിട്ടുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ ഞങ്ങൾ സ്വീകരിക്കറ അതേ രൂപത്തിൽ ഉള്ളാലത്ത് വന്ന് ഉറൂസ് വന്ന് ഈ 25 ലക്ഷം ആൾമാരെ സ്വീകരിക്കരുത് ഞങ്ങളെല്ലാരും ജവാബ്ദാരി അങ്ങനെ ഞങ്ങളായിട്ട് അതിഥിമാരെത്തിക്കാറ് അതുകൊണ്ട് ഉള്ളാലത്തെ എല്ലാ ആൾമാരുടെ ചൊല്ലി നിങ്ങൾ നല്ല രൂപത്തിൽ സഹകരിക്കൂ ആത്മാഹുതിയായിട്ട് ബാഹിപ്പോതൊക്കെ താലിയാക്കാറ് ഞങ്ങളെ റായത്തെ ആൾമാരെത്തിക്കറ് ഞങ്ങളെ ദേശത്തെ ആൾമാരെത്തിക്കറ് ഇണ്ട് അവിടെ മറിച്ചിട്ടുള്ളേ ഇത് ഇടീ ഉമ്മത്ത് മുസ്ലിം സമുദായമല്ല ഇടീ മാനവ കുല ഇതിനെ എതിർത്തോണ്ടുണ്ടു ഇങ്ങനത്തെ ആത്മഹത്യ ദರ ಬಾಂಬ್ ಸ್ಫೋಟ ಭಯೋತ್ಪಾದನೆಗೆ ಇಸ್ಲಾಂ ಎಪ್ಪು ಸಪೋರ್ಟ್ ಹಾಕಿತ್ತಿಲ್ಲ അതുകൊണ്ട് ഇന്നലെ നടന്ന് മിഞ്ഞാണ് നടന്ന് ആ പഹൽക്കത്തെ
നന്ദി ആ ഭയത്വദാലി ഉല്ലാദ ജമാഅത്ത് അതിൽ കണ്ടനാക്കിക്കൊണ്ടുണ്ട്. അതേപോലെ ഇന്ത്യത്തിൽ ഏത് ജാഗയിലും ഒരു ആൾമാർക്കും എന്തും കാരണില്ലാണ്ട് ಅಥವಾ ಕಾರಣಕ್ಕೆ ಭಯೋತ್ಪಾದನಾಗೋದು ಕೊಲ್ಲೋದು ಒರಿ ಅಧಿಕಾರವಿಲ್ಲ. ಕೇಂದ್ರ ಸರ್ಕಾರ ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿಕೊಂಡಿಲ್ಲ, അതേപോലെ ರಾಜ್ಯ ಸರ್ಕಾರ ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿಕೊಂಡಿಲ್ಲ. മനുഷ്യന്മാർക്ക് ഇന്ത്യത്തെ സംവിധാനത്തെ ബദ്ധമായിട്ട് ಪ್ರಜಾಪ್ರಭುತ್ವ ರೀತಿಯಲ್ಲಿ ಜೀವಿತಕ್ಕೂ ಸರ್ಕಾರ ಅವಕಾಶ ಕೊಡ್ಕೊಂಡು ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿಕೊಂಡಿಲ್ಲ. ಬೇರೆ ಬೇರೆ ಆಲಿಮಿಗಳು ಉಸ್ತಾದ್ಮಾರು അതേപോലെ ഹജ്ജ് ചെയർമാൻ പൽക്കവരുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഹജ്ജ് കമ്മിറ്റി സദസ്യ കർണാടക രാജ്യത്തെ ഞങ്ങളുടെ സംസ്ഥാനത്തിലുള്ള നല്ല അസ്രഫ് തങ്ങൾ ആദൂർ പൽക്കവരികൊണ്ട് ನನ್ನ ಪಲ್ಕರ್ತಿಗೆ ಬಿಟ್ರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲ ಈ ವಕ್ತ್ ನಂಗೆ ಅಲ್ಲಾಹ್ ದೀನಿಗೆ ಇದು ಬಂದಿರ ನಂಗೆ ಎಲ್ಲರೂ ಅಲ್ಲಾಹ್ ದೀನಿಗೆ ಖಿದ್ಮತ್ ಬಂದ್ರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲ ಈ ವಕ್ತ್ ಸ್ವೀಕರಿಕಟ್ಟು ಆಮೀನ್. ಭಾಷೆಗಳ ಸೌಹಾರ್ದ ಸಂಗಮ ಭೂಮಿ ಭಾರತ ದೇಶದ ಕಾಶ್ಮೀರದಲ್ಲಿ ನಡೆದ ದಾಳಿಯನ್ನ ಖಂಡಿಸಿ ಪ್ರಾಸ್ತಾವಿಕ ಪ್ರಭಾಷಣೆಗೈದಂತ ಸೈಯದ್ ಮದನಿ ದರ್ಗಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದ ಬಿಜಿ ಹನೀಫ್ ಹಾಜಿರ್ ಅವರಿಗೆ ತುಂಬ ಹೃದಯದ ಧನ್ಯವಾದಗಳು. ಇದೀಗ ಶುಭ ನುಡಿಗಾಗಿ ಕರ್ನಾಟಕ ಹಜ್ ಕಮಿಟಿ ಚೇರ್ಮನ್ ಜುಲ್ಫಿಕರ್ ಅಲಿ ಅವರನ್ನ ಪ್ರೀತಿಪೂರ್ವಕ ಶುಭ ನುಡಿಗಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಜುಲ್ಫಿಕರ್ ಅಲಿ ಅವರು ಶುಭ ನುಡಿಗಾಗಿ ಪ್ರೀತಿಪೂರ್ವಕ ಮಾತಿನ ಮನೆಗೆ ಸಮರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ವೇದಿಕ ಮೇಲೆ ಉಪಸ್ಥಿತಿರುವ ಗ್ರ್ಯಾಂಡ್ ಮುಫ್ತಿ ಸುಲ್ತಾನ್ ಉಲಮಾ ಹಜರತ್ APG ಅಬೂಬಕ್ಕರ್ ಮಜ್ಲಿಯಾ ಸಾಹೇಬ್ರೆ ಸಾಹೇಬ್ರದ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲಾ ಮುಖಾಂತರ ಏನವರು ನಮ್ಮ ಕುರಾನ್ ನಲ್ಲಿ ಹೇಳ್ತಾರೆ, ಸುಮ್ಮ ತಕ್ನಬಲ್ ಈಮಾನ್ ಸುಮ್ಮ ತಕ್ನಬಲ್ ಕುರಾನ್. ಅವರು ಏನ್ ಪಾಠ ನಮ್ಗೆಲ್ಲ ಕೊಟ್ಟೋಗಿದ್ದಾರೆ ಅಂದ್ರೆ ಫಸ್ಟ್ ಅಲ್ಲ ಏನ್ ಈಮಾನ್ ಹೆಂಗೆ ಮಾಡ್ಬೇಕು, ಆಮೇಲೆ ನಾವು ಕುರಾನ್ ಕಲಿಬೇಕು ಅಂತ ಏನ್ ಸೈಯದ್ ಮದನಿ ಸಾಹೇಬ್ರು ಏನ್ ಪಾಠ ಕೊಟ್ಟೋಗಿದ್ದಾರೆ. ಹಾಗೂ ಸಾಕಷ್ಟು ಕರಾಮತ್ಗಳು ಈ ಭೂಮಿ ಮೇಲೆ ಆಗಿದೆ. ಆ ಭೂಮಿದ ಬರ್ಕತ್ತಿಂದ ಇವತ್ತು ನೀವೆಲ್ಲ ಏನ್ ಕೂತಿದ್ದೀರಾ, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ನೀವೆಲ್ಲ ಈಮಾನಿಂದ ತುಂಬಾ ಮಜಬೂತ್ ಆಗಿದ್ದೀರಾ, ತುಂಬಾ ಗಟ್ಟಿ ಆಗಿದ್ದೀರಾ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲಾ ಈ ಬರದ ಎಲ್ಲ ನಮ್ಮ ಜನರೇಷನ್ ನಲ್ಲಿ ಈ ಈಮಾನ್ ಎಲ್ಲರಿಗೂ ಗಟ್ಟಿ ಮಾಡ್ಲಿ, ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ, ನಮ್ಮ ಕರ್ನಾಟಕ ಒಳ್ಳೇದಾಗ್ಲಿ. ಹಾಗೂ ನಮ್ಮ ಏನ್ ಅಧ್ಯಕ್ಷರು ಹೇಳಿದ್ರು UT ಖಾದರ್ ಸಾಹೇಬ್ರು ಏನು ಕಡುಗು ಇದೆ ನಮ್ಮ ಕರ್ನಾಟಕಕ್ಕೆ, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅವ್ರು ತುಂಬಾ ದೊಡ್ಡ ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಕೊಡ್ತಾ ಇದ್ದಾರೆ, ಒಳ್ಳೆ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲಾ ಅವ್ರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ ಅಂತ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ, ನಮ್ಮ ನಾಯಕರಾದಂತ ನಮ್ಮ ಈ ಕರ್ನಾಟಕ ಮುಖ್ಯಮಂತ್ರಿ ಆದಂತ ಶ್ರೀಮಾನ್ ಸಿದ್ದರಾಮಯ್ಯ ಸಾಹೇಬ್ರು ಹಾಗೂ DK ಶಿವಕುಮಾರ್ ಸಾಹೇಬ್ರು ಹಾಗೂ ನನ್ನ ನಾಯಕರಾದಂತ BZ ಜಮೀರ್ ಅಹಮದ್ ಖಾನ್ ಸಾಹೇಬ್ರು ಹಾಗೂ ನಮ್ಮ ಹಜ್ ಮಿನಿಸ್ಟರ್ ಆದಂತ ರಹೀಂ ಖಾನ್ ಸಾಹೇಬ್ರು ಎಲ್ಲ ಸೇರಿ 16ನೇ ತಾರೀಕು ಏನು ಈ ಮಸ್ಜಿದ್ ಉದ್ಘಾಟನೆ ಇಟ್ಕೊಂಡಿದ್ದಾರೆ. ಅದೇ ದಿವಸ ನಮ್ಮ ಹಜ್ ಕಮಿಟಿ ಉದ್ಘಾಟನೆ ಆಗ್ತಾ ಇದೆ. ತಮ್ಗೆಲ್ಲರಿಗೂ ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ, ಈ ಉರೂಸ್ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ದುವಾ ಮಾಡ್ಲಿ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲಾ ನಮ್ಮ ನಾಯಕರಿಗೆ ಎಲ್ಲರಿಗೂ ಒಳ್ಳೇದ್ ಮಾಡ್ಲಿ, ನಿಮ್ಗೂ ಒಳ್ಳೇದಾಗ್ಲಿ. ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ತಆಲಾ ನಮ್ಮ ಈಮಾನ್ ಇನ್ನ ಮಜಬೂತ್ ಆಗ್ಲಿ. ನಮ್ಮ ಈಮಾನ್, ಈ ಈಮಾನಿಂದ ನಮ್ಮ ಇಡೀ ದೇಶಕ್ಕೆ, ಇಡೀ ನಾಡಕ್ಕೆ ಒಳ್ಳೇದಾಗ್ಲಿ ಅಂತ ನಾನು ಬಯಸ್ತಾ ನನ್ನ ಜಾಗ ತಗೊಳ್ತೀನಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ഞങ്ങളുടെ ವೇದಿಕೆಯಲ್ಲಿ പ്രമുഖമായ ഒരു ലീഡറുണ്ട്, ചൊല്ലു മറന്നുപോയ കർണാടക രാജ്യത്തെ SDP ലീഡറും കൊಡ್ಲಿಪೇಟೆ മജീദ് ഹാജി ഈ വേദിയിലുണ്ട്. അതിലോ ನಾನು ಈ ಉರುಸ ಪರವಾയിട്ട് ಎಲ್ಲರಿಗೂ ನೆನಪಾಗಿ ತಂದೆ. ನಾಳೆ ನೆಕ್ಸ್ಟ್ ಸಭಾಧ್ಯಕ್ಷರ UT ಖಾದರ್ ಸರ್ ಅವರು ಜಂಡು ಪಲ್ಕವರಿಗೆ ಅಭಿವೃದ್ಧಿಯ ಅಧಿಕಾರ ಕರ್ನಾಟಕ ಸರ್ಕಾರ ಮಾನ್ಯ ಸಭಾಧ್ಯಕ್ಷರುವಾದ ಜನಾಬ್ UT ಖಾದರ್ ಇದೀಗ ನಿಮ್ಮ ಮುಂದೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಇತಿಹಾಸ ಪ್ರಸಿದ್ಧ ಹಾಗೂ ಪವಿತ್ರವಾದ ಸೈಯದ್ ಮದನಿ ದರ್ಗಾ ಶರೀಫ್ನ ಉರುಸ್ನ ಈ ಒಂದು ಅತ್ಯಂತ ಪವಿತ್ರತೆಯ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದು ಸಮಾರಂಭದ ಅಧ್ಯಕ್ಷಸ್ಥಾನ ವಹಿಸಿದಂತಹ ನಮಗೆ ಅತ್ಯಂತ ಆದರಣೀಯರು, ನಮ್ಗೆಲ್ಲರಿಗೂ ಬಹುಮಾನೀಯರು, ವಿಶ್ವದಲ್ಲೇ ಇವತ್ತು ಭಾರತದ ಮುಸ್ಲಿಮರ ಸ್ವಾಭಿಮಾನದ ಸಂಕೇತವಾಗಿರುವಂತಹ
ಕಮಲ್ ಉಲೇಮಾ ಗ್ರ್ಯಾಂಡ್ ಮುಫ್ತಿ AB ಉಸ್ತಾದ್ ಅವರ ದುವಾ ಬೇಡಿಕೊಂಡು ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಿದ್ದಂತಹ ನಮಗೆ ಆದರಣೀಯ ನಮಗೆ ಬಹುಮಾನದಂತಹ ಬಾಫೈ ತಿಂಗಲ್ ಅವರೇ, ಸೈಯದ್ ಮದನಿ ದರ್ಗಾ ಮತ್ತು ಜುಮಾ ಮಸೀದಿಯ ಕಾಜಿ ಆಗಿರುವಂತಹ ಮಶ್ರೂಫ್ ತಂಗಲ್ ಅವರೇ, ಆದರಣೀಯ ಬಹುಮಾನದಂತಹ ಅಶ್ರಫ್ ತಂಗಲ್ ಅವರೇ, ಬಹುಮಾನದ ಉಮ್ಮಚ್ಚಿ ತಂಗಲ್ ಅವರೇ, ನಮ್ಮ ಜೊತೆ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರುವಂತಹ ದರ್ಗಾ ಶರೀಫ್ ಅಧ್ಯಕ್ಷರಂತಹ ಹನೀಫ್ ಹಾಜಿರ್ ಅವರೇ, ಬಹುಮಾನದ ಹುಸೇನ್ ಸಹದೀರ್ ಅವರೇ, ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ನಸೀರ್ ಅವರೇ, ಮಾಜಿ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ರಶೀದಾ ಖಾನ್ ಅವರೇ, ಮಾಜಿ ದರ್ಗಾ ಶರೀಫ್ ಮತ್ತು ಮಾಜಿ ವಕ್ಫ್ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಕಣಚೂರ್ ಮೋನಾ ಖಾನ್ ಅವರೇ, ಈಗ ತಾನೇ ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತಾಡಿದಂತಹ ರಾಜ್ಯ ಹಜ್ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಗೌರವಂತ ಜುಲ್ಫಿಕರ್ ತಿಪ್ಪೂರ್ ಅವರೇ, ನನ್ನ ಅತ್ಯಂತ ಆತ್ಮೀಯ ಗೌರವಂತ ಮಜಿದಾ ಖಾನ್ ಅವರೇ, ಹಜ್ ಕಮಿಟಿಯ ರಾಜ್ಯ ಸಮಿತಿ ಸದಸ್ಯರಾಗಿರುವಂತಹ ಮುಜಾಹಿದ್ ಅವರೇ, ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತಿರುವಂತಹ ಎಲ್ಲ ನಮ್ಮ ಗಣ್ಯ ಅತಿಥಿ ವರ್ಗದವರೇ, ಉಲೇಮಾಗಲಿ ಉಮರಾಕಲೆ, ನನ್ನ ಮುಂದಿರುವ ಎಲ್ಲ ಉಲೇಮಾಕಲೆ ಉಮರಾಕಲೆ, ಗಣ್ಯ ಗೌರವೇ, ಸಾಮಾಜಿಕ ಧಾರ್ಮಿಕ ಶೈಕ್ಷಣಿಕ ಸಾಂಸ್ಕೃತಿಕ ಮುಖಂಡಗಳೇ, ಈ ಒಂದು ಉರೂಸ್ ಕಮಿಟಿಯಲ್ಲಿ ತಮ್ಮ ನಿರಂತರವಾದ ಸೇರಿದಂತ ಜುಮ್ಮಾ ಮಸೀದಿ ಸರ್ವ ಸದಸ್ಯರೇ, ಉರೂಸ್ ಕಮಿಟಿಯ ಸರ್ವ ಸದಸ್ಯರೇ, ಅದೇ ರೀತಿ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ನ ಉಪಾಧ್ಯಕ್ಷ ಸರ್ವ ಸದಸ್ಯರುಗಳೇ, ಅದಲ್ಲದೆ ಈ ಒಂದು ಉರುಸ್ ಅತ್ಯಂತ ಯಶಸ್ವಿ ಮಾಡಲಿಕ್ಕೆ ಪಣತೊಟ್ಟಂತೆಲ್ಲ ನಮ್ಮ ವಾಲಿಯಂಟರ್ ಮಿತ್ರರೇ, ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನೇರವಾಗಿ ಪರೋಕ್ಷವಾಗಿ ಸಹಕಾರ ಪ್ರತಿಯೊಂದು ಹಿತೈಷಿಗಳೇ, ಖಂಡಿತವಾಗಿಯೂ ದೀರ್ಘವಾಗಿ ಮಾತಾಡ್ಲಿಕ್ಕೆ ಹೋಗುದಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಾನು ಯಾವಾಗಲೂ ನಿಮ್ಮ ಜೊತೆ ಮಾತಾಡ್ತಾ ಇರ್ತೇನೆ. ಇದು ಬಹುಶಃ ನಮಗೆ ಅತ್ಯಂತ ಸಂತೋಷದ ಮತ್ತು ಸಂಭ್ರಮದ ಮತ್ತು ಪಾವಿತ್ರತೆಯ ಒಂದು ಇವತ್ತು ದಿವಸವಾಗಿದೆ. ಬಹಳಷ್ಟು ಸಮಯದಿಂದ ಉಲ್ಲಾಳದ ಜನತೆ ನಮ್ಮ ಉರುಸ್ ಕಾರ್ಯಕ್ರಮ ಯಾವಾಗ ಪ್ರಾರಂಭ ಆಗ್ತದೆ ಅಂತ ಹೇಳಿ ಬಹಳಷ್ಟಿಂದ ಆ ಕನಸನ್ನ ಕಂಡು ಆಕಾಂಕ್ಷೆಯನ್ನು ಇಟ್ಟುಕೊಂಡು ಎಲ್ಲಾ ರೀತಿಯ ಸಹಕಾರ ಕೊಟ್ಟಿಯಲ್ಲಿ ಅತ್ಯಂತ ಸಂತೋಷ ಮತ್ತು ಹೆಮ್ಮೆಯಿಂದ ಮತ್ತು ಅತ್ಯಂತ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಭಾಗವಹಿಸ್ತೇವೆ. ನಿನ್ನೆಯ ದಿನ ನಮ್ಗೆ ಅತ್ಯಂತ ನೋವಿನ ದಿನ, ಇಡೀ ದೇಶದಲ್ಲಿ ಅತ್ಯಂತ ನೋವಿನ ನಿನ್ನೆಯ ದಿನವಾಗಿದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಬಹುಶಃ ಇದು ಕಾಶ್ಮೀರದ ಪಹಲ್ಗಾಮ್ನಲ್ಲಿ ಇವತ್ತು ದೇಶದ್ರೋಹಿಗಳು ಮತ್ತು ಉಗ್ರಗಾಮಿಗಳು ನಮ್ಮ ದೇಶದ ಜನಸಾಮಾನ್ಯರ ಮೇಲೆ ಬಹುಶಃ ಇವತ್ತು ಆ ರೀತಿಯ ದಾಳಿ ಮತ್ತು ಗುಂಡಕ್ಕಿ ಕೊಂದದನ್ನು ಇಡೀ ನಮ್ಮ ರಾಜ್ಯ, ನಮ್ಮ ಪ್ರದೇಶ, ನಮ್ಮ ಉಲ್ಲಾಲ ಮತ್ತು ನಾವು ನೀವೆಲ್ಲರೂ ಕೂಡ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಕೂಡ ಇವತ್ತು ಖಂಡಿಸಿ ಬಹುಶಃ ಇವತ್ತು ಯಾರು ತೀರಿ ಹೋಗಿದ್ದಾರೆ ಅವರ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗ್ಲಿ, ಯಾರು ಆಸ್ಪತ್ರೆ ಇದ್ದಾರೆ ಅವರು ಅತ್ಯಂತ ಬೇಗ ಗುಣಮುಖರಾಗ್ಲಿ, ಯಾರು ಇವತ್ತು ಆ ಮನೆಯವರನ್ನು ಕಳ್ಕೊಂಡಿದ್ದಾರ ಆ ಮನೆಯವರಿಗೆ ಆ ಕಳ್ಕೊಂಡಂತ ದುಃಖವನ್ನು ತಡೆಯುವಂತ ಶಕ್ತಿ ಅಲ್ಲಾಹ್ ದೇವರು ಇವತ್ತು ಅವರಿಗೆ ಕೊಡ್ಲಿ, ಕೊಡುವ ಜೊತೆಯಲ್ಲಿ ಬಹುಶಃ ಯಾರು ಇವತ್ತು ಕೃತ್ಯ ಮಾಡಿದಾರ ಅವರಿಗೆ ತಕ್ಕವಾದ ಉತ್ತರವನ್ನು ಕೇಂದ್ರ ಸರ್ಕಾರ ತಕ್ಷಣ ಕೂಡ ಅದನ್ನು ಕೊಡುವ ಉತ್ತರ ಕೇಂದ್ರ ಸರ್ಕಾರ ಮಾಡಬೇಕಂತ ಹೇಳಿಕೆ ಇಚ್ಛಿಸಿ ಅದಕ್ಕೆ ಇಡೀ ದೇಶದ ಜನತೆ ಕೂಡ ಒಗ್ಗಟ್ಟಾಗಿ ಇದ್ದಾರೆ ಅಂತ ನಾನು ಇವತ್ತು ಬಹುಶಃ ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛಿಸಿ ಬಹುಶಃ ನಾವೆಲ್ಲರೂ ಕೂಡ ಮದುವನ್ನು ಇವತ್ತು ಮಾಡ್ತೇವೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ಇವತ್ತು ಪ್ರತಿಯೊಂದು ಧರ್ಮದ ಮುಖ್ಯ ಸಂದೇಶವು ಕೂಡ ಯಾರಿಗಾದ್ರೂ ನಮ್ಗೆ ಒಬ್ಬ ಸಣ್ಣ ಉಪಕಾರ ಮಾಡಿದ್ರೆ ನಾವು ಜೀವನ ಪೂರ್ತಿ ಅವ್ರು ಮರಿಬಾರ್ದು. ನಮ್ಗೆ ಯಾರಾದ್ರೂ ಸಣ್ಣ ಉಪಕಾರ ಮಾಡಿದ್ರೆ ನಾವು ಜೀವನ ಪೂರ್ತಿ ಅವರನ್ನು ನಾವು ಮರಿಬಾರ್ದು. ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ನೂರಾರು ವರ್ಷಗಳ ಹಿಂದೆ ಏನಿಲ್ಲದಂತ ಈ ಮರುಭೂಮಿಯಲ್ಲಿ ಇಲ್ಲಿ ಬಂದು ನೆಲೆ ನಿಂತಹ ನಮ್ಮ ಬಹುಶಃ ಮದನಿ ತಂಗಲ್ ಅವರನ್ನು ಬಹುಶಃ ಇವತ್ತು ನಾವು ಪ್ರತಿ 5 ವರ್ಷಕ್ಕೆ ನೆನಪಿಸಿಕೊಳ್ಳುವುದು ಮತ್ತು ಅವರನ್ನು ಅನುಸ್ಮರಣೆ ಮಾಡುವಂಥದ್ದು ಅದನ್ನು ಧರ್ಮ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅವತ್ತಿನ ಕಾಲದಲ್ಲಿ ನೆಲೆ ನಿಂತು ಇವತ್ತೆಲ್ಲವರಿಗೆ ಬೇಕಾಗುವಂತಹ ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಧಾರ್ಮಿಕ ಸಂದೇಶ ಕೊಡುವ ಮುಖಾಂತರ ನೆಮ್ಮದಿಯ ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಉಲ್ಲಾಲವನ್ನು ಕಟ್ಟಲಿಕ್ಕೆ ಸೈಯದ್ ಮದನಿಯ ಅವತ್ತಿನ ಔಲಿಯಾಗಳು ದೊಡ್ಡ ಮಟ್ಟದ ಕೊಡುಗೆ ಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅವತ್ತಿನ ಸಂಸ್ಕೃತಿ ಮತ್ತು ಪರಂಪರೆ ಏನಿದೆ ಅದನ್ನು ಇವತ್ತು ಕೂಡ ಇವತ್ತು ಮುಂದುವರಿಸಿಕೊಂಡು ಉಲ್ಲಾಲ ಅತ್ಯಂತ ಸೌಹಾರ್ದತೆ ಪ್ರದೇಶ ಆಗಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸುವಂಥದ್ದು. ಆದ ಕಾರಣ ಬಹುಶಃ ಈ ಒಂದು ಧಾರ್ಮಿಕ ಕೇಂದ್ರ ದರ್ಗಾ ಶರೀಫ್ ಮತ್ತು ಜುಮ್ಮಾ ಮಸೀದ್ ಧಾರ್ಮಿಕ ಕೇಂದ್ರ ಮಾತ್ರ ಅಲ್ಲ, ಇದೊಂದು ಮಾಹಿತಿಯ ಸಾಮಾಜಿಕವಾದ ಸೇವೆ ಮಾಡುವಂತ ಕೇಂದ್ರ ಜೊತೆಯಲ್ಲಿ ಅತ್ಯಂತ ಸಹೋದರತೆ ಪ್ರೀತಿ ವಿಶ್ವಾಸದ ಕೇಂದ್ರ ಕೂಡ ಇವತ್ತು ಆಗಿದೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆ ಎಲ್ಲ ವಿಚಾರಗಳನ್ನು ಬಹುಶಃ ನಾವು ಈ ಉರುಸ್ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅನುಸ್ಮರಣೆ ಮತ್ತು ಈ ಧಾರ್ಮಿಕ ಮತ್ತು ಶ್ರದ್ಧಾಪೂರ್ವಕವಾದ ಕಾರ್ಯಕ್ರಮ ಮುಖಾಂತರ ಜನತೆಗೆ ತಿಳಿಸುವಂತ ಕೆಲಸ ಇವತ್ತು ಆಗ್ತದೆ. ಅದಕ್ಕಾಗಿ ಒಂದು ಉರುಸು 16 ದಿವಸಗಳು ಮತ್ತು 1 ತಿಂಗಳ ಉರುಸು ಕಾರ್ಯಕ್ರಮ ಮಾತ್ರ ಅಲ್ಲ, ಇದು ಉಲ್ಲಾಲದ ಮಣ್ಣಿನ ಮತ್ತು ದರ್ಗಾ ಶರೀಫಿನ ಇವತ್ತು ಇತಿಹಾಸ ಏನಿದೆ, ಪರಂಪರೆ ಏನಿದೆ, ಸಂಸ್ಕೃತಿ ಏನಿದೆ, ಆಚಾರವೇನಿದೆ, ವಿಚಾರವೇನಿದೆ, ಇದನ್ನು ಯುವ ಜನಾಂಗ ಮತ್ತು ಮುಂದಿನ ಭವಿಷ್ಯ ಮತ್ತು ಹುಟ್ಟಿ ಬರೋದ ಮಕ್ಕಳಿಗೆ ವರ್ಗಾಯಿಸುವಂತ ದೊಡ್ಡ ಮಟ್ಟದ ಟ್ರಾನ್ಸ್ಫಾರ್ಮಿಂಗ್ ಪ್ರೋಗ್ರಾಮ್ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಭವಿಷ್ಯ ಜನಾಂಗಕ್ಕೆ ಇವತ್ತು ನಾವು ತಿಳಿಸುವಂತ ದೊಡ್ಡ ಮಟ್ಟದ ನಮ್ಮ ಸಂಸ್ಕೃತಿಯನ್ನು ತಲಾ ಒಂದು
ಪರಿಚಯ ಮಾಡಿಕೊಳ್ಳುವಂತ ಕಾರ್ಯಕ್ರಮ ಆಗಿದೆ ಅಂತ ನಾನು ಇವತ್ತು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಇದನ್ನು ಯಶಸ್ವಿ ಮಾಡಲಿಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ಇವತ್ತು ಅತಿ ಅಗತ್ಯವಾಗಿದೆ. ನಾನು ದರ್ಗಾ ಶ್ರೀಗಳ ಅಧ್ಯಕ್ಷ ಅಂತ ಹನೀಫ್ ಹಾಜಿ ಅವರಿಗೂ ಸಮಿತಿ ಎಲ್ಲ ಸದಸ್ಯರು ನಿಮ್ಮ ಒಗ್ಗಟ್ಟಿನ ಒಂದು ಕೆಲಸ ಮುಖಾಂತರ ಸರ್ವರ ವಿಶ್ವಾಸ ಅಂತ ಇವತ್ತು ಪಡೆದುಕೊಂಡು ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಿ ಇವತ್ತು ವಿತರಣಕ್ಕೆ ಬಂದಿದೆ. ಈ ಉರುಸ್ ಅತ್ಯಂತ ಯಶಸ್ವಿ ಆಗುವಂತ ಅವಕಾಶದ್ದಾಗಲಿ. ಬಹುಶಃ ಈ ಒಂದು ಜುಮ್ಮಾ ಮಸೀದ್ ಅತ್ಯಂತ ಗ್ರ್ಯಾಂಡ್ ಮಸೀದ್ ರೀತಿಯಲ್ಲಿ, ಯಾಕಂತ ಹೇಳಿದ್ರೆ AP ಉಸ್ತಾದ್ ನಮ್ಮ ಮೊಹಮ್ಮದ್ AP ಉಸ್ತಾದ್ ಅವರ ನಾಲೆಜ್ ಸಿಟಿ ಏನು ಬಹುಶಃ ನೋಡಿದೆ, ಆ ಗ್ರ್ಯಾಂಡ್ ಮಸ್ಜಿದ್ ಏನಿದೆ ಅಷ್ಟಲ್ಲದಿದ್ರೂ ಕೂಡ ಅದೇ ಒಂದು ಟೈಪ್ನಲ್ಲಿ ಅದಕ್ಕೊಂದು ಮಾದರಿಯಾಗಿದ್ದುಕೊಂಡು ಬಹುಶಃ ಈ ಒಂದು ಉಲ್ಲಾಳದಲ್ಲಿ ಕೂಡ ಅಂತದ್ದು ಜುಮ್ಮಾ ಮಸೀದ್ ಅದು ನಮ್ಮ ಮುಂದಿನ ಕನಸು. ನಮ್ದು ನೀವು ಮಾತ್ರ ಅಲ್ಲ, ಉಲ್ಲಾಳ ಜನತೆಯ ಪ್ರತಿಯೊಬ್ಬರ ಕನಸು. ಅದು ನಮ್ಮ ಇಡೀ ಗೌರವ ದೊಡ್ಡ ಮಟ್ಟದ ಸಂಕೇತವನ್ನು ಆಗಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಯಸಿ, ಏನು ನೀವೆಲ್ಲ ಯೋಜನೆ ಹಾಕಿದಾರ ಎಲ್ಲ ಉಲೇಮಾಗಳ ವಿಶೇಷ ಉತ್ಸಾಹದವರೆಲ್ಲ ಉಲೇಮಾಗಳ ದುವಾ ಮತ್ತು ಅಷ್ಟರ ಜೊತೆಯಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಸೇರಿ ಅದಕ್ಕೆ ಸಂಪೂರ್ಣವಾದ ಸಾಕು ನೇತೃತ್ವ ವಹಿಸಿ ಅದು ಮುಂದಿನ ಉರುಸು ಆಗುವ ಸಂದರ್ಭದಲ್ಲಿ ಇದು ಎದ್ದು ನಿಲ್ಲುವಂತ ಕೆಲಸ ಬಹುಶಃ ಇಡೀ ಉಲ್ಲಾಳ ಜನತೆ ಮಾಡ್ತಾರೆ ಎಂಬ ವಿಶ್ವಾಸ ಖಂಡಿತ ಇದೆ. ನಾವೆಲ್ಲರೂ ಕೂಡ ಅದರಲ್ಲಿ ಇದ್ದೇವೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ನೀವು ಆಲೋಚನೆ ಮಾಡಬಹುದು, ಅದೇ ಒಂದು ಸಾಧ್ಯತೆ ಆಗ್ತದೆ, ಹೇಗೆ ಯೂಟಿಗೆ ಅದು ಸ್ಪೀಕರ್ ಅದು ಹೇಗೆ ಹಾಗೆ ಇಲ್ಲಿ ಕೂಡ ಆಗ್ತದೆ. ಅದಕ್ಕಿಂತ ಚೆನ್ನಾಗಿ ಆಗುವಂತ ಅವಕಾಶ ಖಂಡಿತವಾಗಿ ಇವತ್ತು ಆಗ್ತದೆ. ಅದಕ್ಕೆ ಅದು ಉಲ್ಲಾಳದ ಮಣ್ಣಿಗೆ ಶಕ್ತಿ ಇದೆ, ದರ್ಗಾ ಸಮಿತಿಗೆ ದೊಡ್ಡ ಮಟ್ಟದ ಶಕ್ತಿ ಇದೆ, ದರ್ಗಕ್ಕೆ ದೊಡ್ಡ ಮಟ್ಟದ ಶಕ್ತಿ ಇದೆ, ಖಂಡಿತ ಹಾಗೆ ಆಗ್ತದೆ ಅಂತ ನನಗೆ ಆತ್ಮವಿಶ್ವಾಸ ಇರೋದು ವಿಚಾರ ಆಗಿ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ನಾನು ಇವತ್ತು ಕೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ನಮ್ಮಲ್ಲಿ ನಮಗೆ ಮಾರ್ಗದರ್ಶನ ಕೊಟ್ಟಂತ ತಾಜುಲ್ ಉಲೇಮಾರ್ ಇರಲಿ, ಅದಂತ ಪೂರ ಧಂಗಲ್ ಅವರು ಇರಲಿ, ಬಹುಶಃ ಅದನ್ನು ನಮ್ಮ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಇರಲಿ, ಅಧ್ಯಕ್ಷ ಮಕಾನ್ ಮೊನಾಕರ್ ಇರಲಿ, ಹಂಸಾಜಿ ಇರಲಿ, ಹನೀಫ್ ಹಾಜಿ, ರಶೀದ್ ಎಲ್ಲ ಕೂಡ ಒಂದಲ್ಲ ಒಂದು ರೀತಿಯಿಂದ ತಮ್ಮದೇ ಆದ ಶ್ರೇಷ್ಠ ಸೇವೆಯನ್ನು ಕೊಟ್ಟುಕೊಂಡು ಇದರ ಅಭಿವೃದ್ಧಿಗೆ ನಿಲ್ಲುವಂಥ ಅವಕಾಶ ಆಗಿದೆ. ಅದನ್ನು ಇವರು ಖಂಡಿತವಾಗಿ ಮುಂದೆ ತೆಗೆದುಕೊಂಡು ಹೋಗುವಂಥ ಕೆಲಸ ಖಂಡಿತವಾಗಿ ಇವತ್ತು ಆಗ್ತದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆದ ಕಾರಣ ನಾನು ದೀರ್ಘವಾಗಿ ಇವತ್ತು ಮಾತಾಡದೆ ಬಹುಶಃ ಉಲ್ಲಾಳ ಅತ್ಯಂತ ಮಾದರಿಯ ಅತ್ಯಂತ ಸೌಹಾರ್ದತೆಯ ಪ್ರೀತಿಯ ಒಂದು ಪ್ರದೇಶವಾಗಿ ಇವತ್ತು ಬಂದು ನಿಂತಿದೆ. ಇದು ನಾನು ಸಾಮಾಜಿಕವಾದ ಕೇಂದ್ರ ಅಂತ ನಾನು ಹೇಳಿದ್ದೆ, ಹಿಂದೆ ಕೂಡ ನಾನು ಹೇಳಿದ್ದೇನೆ. ನಾನು ಯಾಕೆ ನಿಮ್ಗೆ ಹೇಳ್ತೇನೆ ಅಂತ ಹೇಳಿದ್ರೆ, ದರ್ಗಾ ಸಮಿತಿ ಧಾರ್ಮಿಕ ಜೊತೆಯಲ್ಲಿ ಸಾಮಾಜಿಕ ಮತ್ತು ಮಾಹಿತಿ ಕೇಂದ್ರದ ಒಂದು ದೊಡ್ಡ ಮಟ್ಟದ ಒಂದು ಕೇಂದ್ರವಾಗಿದೆ. ಉಲ್ಲಾಳ ಪ್ರದೇಶಕ್ಕೆ ಸರಿಯಾಗಿ ನೀರು ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ ಅವತ್ತು ಕೊಟ್ಟ ಸಂದರ್ಭದಲ್ಲಿ ಜನಸಾಮಾನ್ಯರಿಗೆ ಸೈಯದ್ ಮದೀನ್ ದರ್ಗಾದ ವತಿಯಿಂದ ಉಚಿತವಾಗಿ ನೀರು ಸಪ್ಲೈ ಆಗುವಂತ ಕೆಲಸ ಗೊತ್ತಾಗ್ತಿತ್ತು. ಈ ಪ್ರದೇಶದಲ್ಲಿ ಸ್ಟೋರ್ ಇಲ್ಲ ಅಂತ ಹೇಳಿದಾಗ ಸೊಸೈಟಿ ಓಪನ್ ಮಾಡಿ ಅವತ್ತಿನ ಕಾಲದಲ್ಲಿ ಸ್ಟೋರ್ ಅನ್ನು ಸೈಯದ್ ಮದನಿ ಕೋಆಪರೇಟಿವ್ ಸೊಸೈಟಿ ಮುಖಾಂತರ ಜನಸಾಮಾನ್ಯರಿಗೆ ನ್ಯಾಯಬದ್ಧ ಚೀಟಿ ಕೊಡುವಂತ ಕೆಲಸ ಇವತ್ತು ದರ್ಗಾ ಸಮಿತಿ ಮುಖಾಂತರ ಆಯಿತು. ಅವತ್ತಿನ ಕಾಲದಲ್ಲಿ ಊರಿಗೆ ಬಸ್ ಅಲ್ಲುವಂತ ಪರಿಸ್ಥಿತಿ ಇರಲಿಲ್ಲ. ಈ ಊರಿಗೆ ಬಸ್ ಇಲ್ಲ, ಜನರಿಗೆ ಬಹಳ ಕಷ್ಟ ಆಗ್ತದೆ ಅಂತ ಹೇಳಿದಾಗ ಸೈಯದ್ ಮದನಿ ಬಸ್ ಟ್ರಾವೆಲ್ಸ್ ಹಾಕುವ ಮುಖಾಂತರ ಇವತ್ತು ಬಸ್ ಅನ್ನು ಕೊಡುವ ವ್ಯವಸ್ಥೆ ಈ ಒಂದು ಪ್ರದೇಶದಿಂದ ಆಗುವಂತಾಗಿದೆ. ಅವತ್ತಿನ ಕಾಲದಲ್ಲಿ ಆಸ್ಪತ್ರೆನೇ ಇಲ್ಲಿ ಉಲ್ಲಾಳದಲ್ಲಿ ಆಸ್ಪತ್ರೆ ಇಲ್ಲ, ಎಲ್ಲ ಬೇಕಾದ್ರೆ ನಾವು ಮಂಗಳೂರಿಗೆ ಹೋಗ್ಬೇಕಂತ ಹೇಳಿದಾಗ ಸೈಯದ್ ಮದನಿ ಆಸ್ಪತ್ರೆಯನ್ನು ಪ್ರಾರಂಭ ಮಾಡುವಂತ ಕೆಲಸ ಇವತ್ತು ದರ್ಗಾ ಸಮಿತಿ ಮುಖಾಂತರ ಇವರು. ಇಲ್ಲಿ ಬಹುಶಃ ಶಿಕ್ಷಣಕ್ಕೆ ಅವಕಾಶ ಇಲ್ಲ. 1976ರಲ್ಲಿ ಶಿಕ್ಷಣ ಒಂದೇ ಒಂದು ಶಾಲೆ ಕೂಡ ಇವತ್ತು ಇರಲಿಲ್ಲ ಸರಿಯಾಗಿ. ಸೈಯದ್ ಅಲೆಕಳದಲ್ಲಿ ಕೋಟೆಪುರದಲ್ಲಿ ಶೈಕ್ಷಣಿಕ ಸಂಸ್ಥೆ ಪ್ರಾರಂಭ ಮಾಡಿ ಅವತ್ತು ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜ್, ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಕಟ್ಟಲಿಕ್ಕೆ ದರ್ಗಾ ಸಮಿತಿ ಹೋಗಲಿಲ್ಲ. ಜನಸಾಮಾನ್ಯರಿಗೆ ಬೇಕಾಗುವಂತ ಸೈಯದ್ ಮದನಿ ITI ಅನ್ನು ಪ್ರಾರಂಭ ಮಾಡಿ ಎಷ್ಟೋ ಜನ ಇಲ್ಲಿ ಇವತ್ತು ಅವರಿಗೆ ಆ ಕನಿಷ್ಠ ಜನಸಾಮಾನ್ಯ ಮಕ್ಕಳಿಗೆ ಉತ್ತಮವಾದ ಶಿಕ್ಷಣ ಕೊಡೋದು ವಿಚಾರ ಆಗಿದೆ. ಮೊನ್ನೆ ನಾನು ಫ್ಲೈಟ್ ಅಲ್ಲಿ ಬರ್ತಾ ಸಂದರ್ಭದಲ್ಲಿ ಅಮೆರಿಕದಲ್ಲಿ ಕೆಲಸ ಮಾಡಿ ಬಂದು ನನ್ನ ಹತ್ರ ಹೇಳಿದ, ನಾನು ಕಲಿತ ಅತ್ಯಂತ ದೊಡ್ಡ ಸ್ಥಾನದಲ್ಲಿದ್ದೇನೆ, ನಾನು ಕಲಿತದ್ದು ಸೈಯದ್ ಮದನಿ ITI ಅಂತ ಹೇಳುವಾಗ ನನಗೆ ಅತ್ಯಂತ ಹೆಮ್ಮೆ ಆಗ್ತದೆ. ನಮ್ಮ ಹಿರಿಯರು ಕೊಟ್ಟಂತ ಕೊಡುಗೆ ಏನಂತ ನಾವು ಆಲೋಚನೆ ಮಾಡಬೇಕಾಗ್ತದೆ. ಆದರೆ ಇದು ಧಾರ್ಮಿಕ ಕೇಂದ್ರ ಜೊತೆಯಲ್ಲಿ ಸಾಮಾಜಿಕವಾದ, ಶೈಕ್ಷಣಿಕವಾದ, ಸಾಂಸ್ಕೃತಿಕವಾದ ದೊಡ್ಡ ಮಟ್ಟದ ಕೇಂದ್ರವಾಗಿದೆ. ಸೌಹಾರ್ದ, ಪ್ರೀತಿ, ವಿಶ್ವಾಸಕ್ಕೆ ದೊಡ್ಡ ಮಟ್ಟದ ಕೊಡುಗೆ ಕೇಂದ್ರ ಆಗಿದೆ. ಇದರ ಗೌರವ ನುಡಿಸುವುದು ಪ್ರತಿ ನಮ್ಮೆಲ್ಲರ ಇಡೀ ಊರಿನ ಉಲ್ಲಾಳದ ಸರ್ವ ಜನರ ಕೂಡ ಗೌರವ, ಎಲ್ಲ ಜಾತಿ, ಎಲ್ಲ ಮತದ ವರ್ಗದವರು ವಿಶೇಷವಾದ ಪ್ರೀತಿ, ವಿಶ್ವಾಸದ, ಸೌಹಾರ್ದದ ಕೇಂದ್ರ ಕೂಡ ಇವತ್ತು ಆಗಿದೆ ಅಂತ ನಾನು ಹೇಳಿಕೆ ನಾನು ಇವತ್ತು ಇಚ್ಛಿಸಿ ಈ ಉರುಸ್ ಕಾರ್ಯಕ್ರಮ ಅತ್ಯಂತ ಯಶಸ್ವಿ ಆಗುವಂತ ಅವಕಾಶಕ್ಕಾಗಲಿ. ನಾನು ಶಾಸಕನಲ್ಲದಿದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ನಾನು ವಾಲಂಟಿಯರ್ ಆಗಿ ಕೆಲಸ ಮಾಡಿದ್ದೇನೆ. ಶಾಸಕ ಇವತ್ತು ನಾನು 5ನೇ ಬಾರಿ ಶಾಸಕನಾಗಿದ್ದೇನೆ, 4 ಇಲಾಖೆ ಸಚಿವನಾಗಿದ್ದೇನೆ, ಮುಖ್ಯಮಂತ್ರಿ ನಾಯಕನಾಗಿದ್ದ ನಾನು ಉಪನಾಯಕನಾಗಿ ಕೆಲಸ ಮಾಡಿದ್ದೇನೆ. ಈಗ ನೀವೆಲ್ಲ ಸೇರಿ ರಾಜ್ಯದ ಸಭಾಧ್ಯಕ್ಷ ಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋ ಅವಕಾಶ ತಾವೆಲ್ಲ ಇವತ್ತು ಮಾಡಿದ್ದೀರಿ. ಅಧ್ಯಕ್ಷರು ಹೇಳಿದ್ರು, ಬಹುಶಃ ಸಭಾಧ್ಯಕ್ಷರಾಗಿ ನಾವು ಬೇಕಾದ ಎಲ್ಲ ಅನುದಾನ ಕೊಟ್ಟಿದ್ದೇವೆ ಅಂತ ಹೇಳಿ. ಅದು ನನ್ನ ಅನುದಾನದಲ್ಲ, ಉಲ್ಲಾಳ ಕ್ಷೇತ್ರದಿಂದ ಕೊಟ್ಟಂತ ಶಕ್ತಿಯ ಒಂದು ಅನುದಾನ ಮತ್ತು ಒಂದು ಶಕ್ತಿ ಅಂತ ನಾನು ಇವತ್ತು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದರ ಮುಖಾಂತರ ಕೊಡುವಂತ ವಿಚಾರ ಇವತ್ತು ಆಗಿದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ಅದಕ್ಕಾಗಿ ನಾನು ನಿಮ್ಮೆಲ್ಲರ ನಾನು ದುವಾ ನಾನು ಇವತ್ತು ಕೇಳಿಕೊಂಡು ನೀವೆಲ್ಲರೂ ನೀವು ನನ್ನ ಆ ಸ್ಥಾನದಲ್ಲಿ ಇವತ್ತು ಕೂತ್ಕೊಳ್ಳೋ ಅವಕಾಶ ಇವತ್ತು ಮಾಡಿ ಕೊಟ್ಟಿದ್ದೀರಿ.
ಅದಕ್ಕಾಗಿ ಬಹುಶಃ ನಾನು ಇಲ್ಲಿ ಹೇಳುದಿಷ್ಟೇ, ಮೂರೇ ವಿಚಾರ ನಾನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. 40-45 ವರ್ಷಗಳ ಹಿಂದೆ ನಿಮ್ಮ ಮಕ್ಕಳಾಗಿ ನಾನು ಕೂಡ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಈ ಉರುಸ್ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬೇರೆ ಉಲೇಮಾಗಳಂತ ನಾಯಕರ ಮಾತುಗಳನ್ನು ಕೇಳ್ತಾ ಇದ್ದೆ. 40-45 ವರ್ಷಗಳ ಹಿಂದೆ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡ UT ಖಾದರ್ ಇವತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ವಿಧಾನಸಭೆ ಅಧ್ಯಕ್ಷ ಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋದಾದ್ರೆ ಅದಕ್ಕೆ ಅಲ್ಲಾಹು ತಾಲ UT ಖಾದರ್ಗೆ ಮಾತಲ್ಲ, ನಿಮ್ಮ ಎಲ್ಲ ಮಕ್ಕಳಿಗೆ ಕೂಡ ಈ ಶಕ್ತಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಅವರು ನಮ್ಗಿಂತ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ಹೋಗ್ಬೇಕಂದಿದ್ರೆ ನಮ್ಮೆಲ್ಲರಿಗೂ ಒಂದು ಉರುಸಿನ ದುವಾ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸುವಂಥದ್ದು. ನೀವು ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ನಮ್ಮನ್ನು ನೋಡಿ ಸಂತೋಷ ಪಡೋದಲ್ಲ, ನಮ್ಗಿಂತ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ನೀವು ಹೇಗೆ ಹೋಗ್ಬೇಕು, ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ತೆಕೊಂಡು ಹೋಗ್ಬೇಕಂತ ಆಲೋಚನೆ ಮಾಡಿ ನಮ್ಗಿಂತ ದೊಡ್ಡ ಸ್ಥಾನಕ್ಕೆ ನಾವು ಹೋಗ್ಬೇಕಂತೇಳಿ ನಮ್ಮೆಲ್ಲರ ಪ್ರಾರ್ಥನೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಎರಡನೇ ಬಹುಶಃ ನಾನು ಈ ಸಭಾಧ್ಯಕ್ಷ ಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಂಡ ಸಂದರ್ಭದಲ್ಲಿ ಬಹಳ ಚರ್ಚೆ. ಇದು ಬಹುಶಃ ಕರಾವಳಿ ಪ್ರದೇಶ ನಿಭಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟಾ, ತುಳುನಾಡಿನ ಯುವಕನಿಗಿಂತ ನಿಭಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟಾ, ದೊಡ್ಡ ದೊಡ್ಡ ನಾಯಕರಿರುವಾಗ ನೀವು ಸಣ್ಣ ವಯಸ್ಸಿನವರಿಗೆ ಈ ಸ್ಥಾನದಲ್ಲಿ ಕೂತು ನಿಭಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟಾ, ಕನ್ನಡ ಸರಿಯಾಗಿ ಉಚ್ಚಾರ ಮಾಡಲಿಕ್ಕೆ ಬರುವುದಿಲ್ಲ ಅವ್ರಿಗಿಂತ ನಿಭಾಯಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು ಅಂತೇಳಿ ಬಹಳ ಚರ್ಚೆ. ಯಾರು ಸಾಧ್ಯವಿಲ್ಲ ಅಂತ ಎನಿಸಿಕೊಂಡಿದ್ರ ಅದು 2 ವರ್ಷದಲ್ಲಿ ತುಳು ಮಾತಾಡೋದು ಬ್ಯಾರಿ ಮಾತಾಡೋದು ಕರಾವಳಿ ಪ್ರದೇಶದ ಸಾಧ್ಯವನ್ನಾಗಿ ಮಾಡಿ ತೋರಿಸಿಕೊಟ್ಟಿದ್ದಾರೆ ಅಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಆ ಸೀಟಲ್ಲಿ ಕೂತ್ಕೊಂಡು ನಾನು ಆಡುವ ಮಾತು ಅದು UT ಖಾದರ್ ಆಡುವ ಮಾತಲ್ಲ, ಅದು ಉಳ್ಳಾಳ ಜನತೆಯ ಮಾತಂತ ನಾನು ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸಿ ನಿಮ್ಮೆಲ್ಲದೂ ನಾನು ಕೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಬಹುಶಃ ನಮ್ಮ ಆದರಣೀಯ ಬಹುಮಾನಿಯಾಗಿದ್ದ ಕೂರ ತಂಗಲ್ ಅವರ ಆ 1 ವರ್ಷದ ಬಹುಶಃ ಈ ಒಂದು ಪ್ರದೇಶದಲ್ಲಿ ಬಹಳ ಸಮಯದಲ್ಲಿ ನಮಗೆ ಆಧ್ಯಾತ್ಮಿಕವಾದ ಸಾಮಾಜಿಕವಾದ ಚೈತನ್ಯವನ್ನು ಕೊಟ್ಟು ವಿಶೇಷದ ಅಭಿವೃದ್ಧಿ ಇಡೀ ನಮ್ಮ ದರ್ಗಾ ಮಾತಲ್ಲ ಸಂಯುಕ್ತ ಕಾಜಿಯಾಗಿ 2 ಜಿಲ್ಲೆಗೆ ಮತ್ತು ಚಿಕ್ಕಮಗಳೂರು ಮಡಿಕೇರಿ ಕೂಡ ತನ್ನೇದಾದ ಮಟ್ಟದ ಆಧ್ಯಾತ್ಮಿಕವಾದ ಒಂದು ದಿಕ್ಸೂಚಕ ಶಕ್ತಿ ಕೊಟ್ಟಂತ ಕೂರ ತಂಗಲ್ ಅವರ ಆ ಪ್ರಥಮ ವರ್ಷದ ಗುರು ಸಮಾರಂಭವು ಜೂನ್ 26, 27, 28ರಂದು ಪುತ್ತೂರಿನ ಕೂರದಲ್ಲಿ ನಡೆಯಲಿಕ್ಕಿದೆ. ತಾವೆಲ್ಲರೂ ಕೂಡ ಯಾವ ರೀತಿ ಉರುಸಿಗೆ ತಮ್ಮ ಪ್ರೀತಿ ವಿಶ್ವಾಸ ಮತ್ತು ಒಂದು ಪಾವಿತ್ರತೆ ಮತ್ತು ಶತಭುತ್ವ ಭಾಗವಹಿಸಿ ಆಕಾರ ಕೊಟ್ಟಿದ್ರ ನಾವೆಲ್ಲರೂ ಕೂಡ ಅದನ್ನು ಅತ್ಯಂತ ಆ ಒಂದು ಪಾವಿತ್ರತೆಯನ್ನು ನೆಲೆಸಿ ನಮ್ಮೆಲ್ಲರೂ ಇವತ್ತು ಜವಾಬ್ದಾರಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಕೈ ಜೋಡಿಸುವಂತ ನಾನು ಇವತ್ತು ಕೇಳಿಕೊಂಡು ನಾನು ದೀರ್ಘವಾಗಿ ಮಾತಾಡದೆ ವೇದಿಕೆ ಮೇಲೆ ಎಲ್ಲ ನಮ್ಮ ಗಣ್ಯ ಅತಿಥಿಗಳಿಗೆ ಮತ್ತು ಉಲೇಮಾಗಳು ನಾನು ಬಹುಶಃ ಮಾತನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ನಾನು ಬಹುಶಃ ನಮಗೆ ಕಮಲ್ ಉಲೇಮಾ AP ಉಸ್ತಾದ್ ಅವರ ಆ ವಿಶೇಷವಾದ ಮಾರ್ಗದರ್ಶನ ಅದರ ಜೊತೆ ಮಸೂದ್ ತಂಗಲ್ ಬಹುಶಃ ಪ್ರತಿಯೊಂದು ತಿಂಗಳು ಕೂಡ ಇಲ್ಲಿ ಬಂದು ತಮ್ಮದೇ ಆಧ್ಯಾತ್ಮಿಕವಾದ ಒಂದು ದಿಕ್ಸೂಚಿಯ ಎಲ್ಲ ವಿಚಾರಗಳನ್ನು ಬಹುಶಃ ಇವತ್ತು ಕೊಡೋ ಜೊತೆಯಲ್ಲಿ ನಮಗೆ ದೊಡ್ಡ ಮಟ್ಟದ ಉಲ್ಲಾಲಕ್ಕೆ ಒಂದು ಪ್ರಕಾಶ ಮತ್ತು ಬೆಳಕು ತರುವ ಒಂದು ವಿಚಾರ ಇವತ್ತಾಗಿದೆ. ನಾನು ಅಧ್ಯಕ್ಷ ಆಗಿರುವಂತಹ ಅಲಿಫಾಜಿ ಮತ್ತು ಸಮಿತಿಯವರು ಬಹುಮಾನದ ಮುತ್ತುಕ ಜಿಫೆ ತಂಗಲ್ ಆಹ್ವಾನಿಸಿದ ಸಂದರ್ಭದಲ್ಲಿ ಅವರು ಕೂಡ ಬರುವುದಂತೆ ಬಹಳ ಸಂತೋಷ ನಾವಿದ್ದೆವು. ನಮ್ಮ ದೊಡ್ಡ ಮಟ್ಟದ ಕನಸಾಗಿತ್ತು. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ನಾನು ಕೂಡ ಮಾತಾಡಿದ್ದೆ, ನಂತರ ಕೂಡ ಹೇಳಿದ್ರು ನಾವು ಬಂದು ಅರ್ಜೆಂಟಾಗಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ, ಖಂಡಿತವಾಗಿ ಉರುಸ್ ಮುಗಿಯೋ ಮುಂಚೆ ಒಂದು ದಿವಸ ನಾವು ಖಂಡಿತವಾಗಿ ಬಂದು ಜಿಯಾರತ್ ಮಾಡಿ ಸಭೆ ಉದ್ದೇಶಿ ಮಾತಾಡ್ತಾ ಅಂತ ಹೇಳಿಕೊಂಡು ಆದ ಕಾರಣ ನಾವೆಲ್ಲರೂ ಕೂಡ ಜೊತೆಯಲ್ಲಿ ಮುಂದೆ ಹೋಗುವ, ನಾವು ಜೊತೆ ಮುಂದೆ ಹೋಗೋ ಸಂದರ್ಭದಲ್ಲಿ ಯಾರು ಹಿಂದೆ ಹೊಂದಿದ್ದಾನ ಅವನ ಕೈ ಮುಂದೆ ತಕೊಂಡು ಹೋಗುವಂಥ ಕೆಲಸ ಮಾಡುವ, ಸಮಾಜವನ್ನು ಒಗ್ಗಟ್ಟು ಮಾಡೋ ಕೆಲಸ, ಸಮಾಜನ ಏಕತೆ ಮಾಡೋ ಕೆಲಸ, ಸಮಾಜನ ಕಟ್ಟುವಂಥ ಕೆಲಸ ನಾವೆಲ್ಲ ಮುಂದಾಗುವಂತ ಹೇಳಿಕೊಂಡು ಅದಕ್ಕೆ ಎಲ್ಲ ಉಲೇಮಾಗಳ ಉಮರಾಕಲ ಮತ್ತು ಸರ್ವ ಧರ್ಮದವರ ಹಿರಿಯರ ಒಂದು ಆಶೀರ್ವಾದ ಮುಖಾಂತರ ಅಲ್ಲಾಹ್ ತಾಲಾ ನಮಗೆ ದೊಡ್ಡ ಶಕ್ತಿ ಕೊಡಿ ಅಂತ ಕೇಳಿಕೊಂಡು ಮತ್ತೊಮ್ಮೆ ನಮ್ಮೆಲ್ಲ ಶುಭಾಶಯ ಸಲ್ಲಿಸಿ ನನ್ನ ಮಾತು ಮುಗಿಸ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಬಿಸ್ಮಿಲ್ಲಾಹಿ ಮಾ ಶಾ ಅಲ್ಲಾಹು ಕಾನ್ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. الله سبحانه وتعالى ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫ് المدني റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ട് അതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മുഹീദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ട് മറ്റ് മുഴുവൻ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളുടെയും ബർക്കത്ത് കൊണ്ട്
ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ടും ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സദസ്സാക്കി തരുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഈ മജ്‌ലിസിലും ഇതുപോലുള്ള മറ്റ് ഔലിയാക്കളുടെ മജ്‌ലിസിലുമെല്ലാം നാം ഹാജരാകുന്നത് അവരുടെ ചരിത്രങ്ങൾ കേൾക്കുന്നതിൻ്റെ പുറമെ അവരെ കൊണ്ട് ബറക്കത്ത് സിദ്ധിക്കാനും അവരെ കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അഷ്റഫുൽ വറ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നുവെങ്കിൽ ആ മദ്ഹിൽപ്പെട്ടതാണ് അവിടുത്തെ ഉമ്മത്തികളായ മുഴുവൻ ഔലിയാക്കളുടെയും മദ്ഹ് പറയുന്നത്. ഔലിയാക്കളുടെ കറാമത്ത് എല്ലാം നബിതങ്ങളുടെ മുഅ്ജിസത്ത് തന്നെയാണ്. ആ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് അവിടുത്തെ ഉമ്മത്തികളായ ഔലിയാക്കളുടെ കറാമത്ത്. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം. അത് ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കറാമത്ത് എന്ന് പറയും. അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെ ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് വരുന്നതും അവരുടെ മുഅ്ജിസത്തുകൾ കാണിക്കുന്നതും. അതുകൊണ്ട് അതിന് മുഅ്ജിസത്ത് എന്ന് പേര് പറയും. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് അവരുടെ ഹയാത്ത് കാലത്തും അവർ വഫാത്തായതിൻ്റെ ശേഷവും അവർക്ക് റിസാലത്ത് കിട്ടിയതിൻ്റെ ശേഷം പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയലും അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സ്ഥലത്തേക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാദാ മസ്റഉ അബീ ജഹൽ, ഇതാണ് അബൂജഹലിനെ വെട്ടി തള്ളിയിടപ്പെടുന്ന സ്ഥലം. വഹാദാ മസ്റഉ ശൈബത വഹാദാ മസ്റഉ ഉത്ബത വഹാദാ മസ്റഉ ഫുലാൻ വഫുലാൻ. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വലിയ നേതാക്കളെ സംബന്ധിച്ച് അവിടുന്ന് മുൻകൂട്ടി പറയുകയാണ്, ഇന്ന സ്ഥലത്താണ് ഇന്ന ആളുകൾ കൊല്ലപ്പെട്ട് വീണ് കിടക്കുക
സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, വലഖദ് റഅയ്തുഹു സർഅ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകൾ വീട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അബൂജഹൽ ഇല്ലത്തായിരിക്കും എന്ന് അബൂജഹലിൻ്റെ ഹയാത്ത് കാലത്ത് ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു റസൂൽ പറയുകയാണ്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ സംഭവിക്കുന്നു, അബൂജഹൽ കൊല്ലപ്പെടുന്നു, ആ സ്ഥലത്ത് തന്നെ വീഴുന്നു. അതുപോലെ വരാൻ പോകുന്ന ധാരാളം വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. എന്നാൽ നാൽപ്പതാമത്തെ വയസ്സിൽ റിസാലത്ത് ലഭിച്ചു. റിസാലത്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വഹിയെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പന. ഈ കൽപ്പന വരുന്നതിൻ്റെ മുമ്പ് ഇനി أذكر آل أجرا يسلم علي قبل نبوتي. ഞാൻ റസൂലായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയിരുന്ന ഒരുപാട് കല്ലുകൾ ഉണ്ട്. ആ കല്ലുകളെ എനിക്ക് ഇപ്പോൾ അറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ കല്ലുകളെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഏത് കല്ല്? റിസാലത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന കല്ല്. ഇത് അവിടുത്തെ മുഅ്ജിസത്താണ്. അതുപോലെ നബി തങ്ങൾ ജനിച്ച ദിവസം വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി. 1000 കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട അഗ്നികുണ്ഡാരം തീ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വമേധയാ കെട്ടുപോയി. ആരും വെള്ളം ഒഴിച്ചതല്ല, ആരും കെടുത്തിയതല്ല, അത് കെട്ടുപോയി. അതുപോലെ തന്നെ സാവ തടാകം 1000 കൊല്ലത്തോളം മുശ്രിക്കീങ്ങളിൽ ഒരു വിഭാഗം ആരാധിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ കുളം, വലിയ ആഴമേറിയ വളരെ നീളവും വീതിയുമുള്ള ആ കുളം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. റസൂലുള്ളാഹി ജനിക്കുന്ന ദിവസം അത് അവിടുത്തെ മുഅ്ജിസത്ത് ആണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന
സൂര്യനോട് മടങ്ങി വരാൻ പറഞ്ഞു. മടങ്ങി വന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ച ഉടനെ ആ സ്ഥലത്തേക്ക് വന്ന് അലി ഇബ്നു അബീ താലിബിൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങി. ഉറങ്ങിയിട്ട് നല്ല ഉറക്കം ഇങ്ങനെ വരുന്നു. സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ റബ്ബേ, ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ലല്ലോ, സൂര്യനതാ അസ്തമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് കരയുകയാണ്. നമുക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായി തോന്നാറില്ല. ജനങ്ങൾക്ക് ഒരു ഒക്ക് നിസ്കാരം ഖളായി പോകാന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് തോന്നാത്ത ചില മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. എന്നാൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചാൽ റസൂലുള്ളാഹിനെ വിളിച്ചുണർത്തണം, വുളു എടുക്കണം. റസൂലുള്ളാഹി ഉറങ്ങുകയാണ്, അത് വിളിച്ചുണർത്താൻ പാടില്ല എന്നാണ് ഖുർആന്റെ കൽപ്പന. ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കരഞ്ഞിട്ട് കണ്ണിലൊന്ന് ഒരു തുള്ളി വെള്ളം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ വീണു. ആ സമയത്ത് നിബിധങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എന്താണ് വലിയ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല, സൂര്യനത് അസ്തമിക്കാൻ പോകുന്നു, അസ്തമിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ പറഞ്ഞു. ആ സൂര്യനോട് ഒന്നിങ്ങോട്ട് മടങ്ങി വരാൻ പറഞ്ഞു. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك തഖ്ദീർ അസീസുൽ അലീം. അല്ലാഹുവിൻ്റെ നിർണയപ്രകാരം എല്ലാ ദിവസവും സൂര്യൻ അതിൻ്റെ നിശ്ചിത റൂട്ടിലൂടെ നിശ്ചിത സ്ഥാനത്തേക്ക് നടക്കുന്നു എന്ന് ഖുർആൻ സൂറത്ത് യാസീനിൽ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു. അത് ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ല, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും കൂടിയ തീരുമാനവുമല്ല. മറിച്ച് ذلك തഖ്ദീർ അസീസുൽ അലീം. അത് അസീസായ അലീമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു. ആ സൂര്യനോടാണ് പറയുന്നത്, കൊണ്ട് മടങ്ങി വരണം. ഉടനെ മടങ്ങി വന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഒന്നുകൊടുത്ത് നിസ്കരിച്ചോ. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്നു കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ.
ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ നടത്തുന്ന ആൾക്കാരല്ല. അവരൊന്ന് സൂര്യനെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മടക്കി വിട്ടപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടക്കി വന്നു. ഇത് അതാണ് മുഅ്ജിസത്ത്, കറാമത്ത് എന്നെല്ലാം പറയും. റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ കറാമത്തും ആണ്. അതുപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞ് മുല കുടിക്കുന്ന കുഞ്ഞ് ആണ്. എന്നാൽ മുലപ്പാലമില്ല, വെള്ളം കൊടുക്കാൻ വെള്ളവുമില്ലാതെ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ഇങ്ങനെ ഓടുകയാണ്. സഫ മർവ എന്ന രണ്ട് കുന്നിൻ്റെ ഇടയിൽ ഓടുകയാണ്. ആ സഫന്റെ അടുത്ത് കൂടെ കച്ചവടക്കാർ പോകാറുണ്ട്, മർവന്റെ അടുത്ത് കൂടെയും കച്ചവടക്കാർ പോകാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതിനെ പോകുന്നുണ്ടോ, ഒരല്പം വെള്ളം കിട്ടിയാൽ എന്നെ കൊടുക്കാമായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഈ സഫന്റെയും മർവന്റെയും ഇടയ്ക്ക് ഓടുകയാണ്. ഹജ്ജിന് പോയവർക്കറിയാം, ഏകദേശം 1 കിലോമീറ്ററിന് അടുത്താണ് ഇത് രണ്ടിനെയും ഇടയ്ക്കുള്ള ദൂരം. ഹജ്ജിന് പോയാൽ സഫാ ഖുർആന്റെ അടുത്ത് സഈ ചെയ്യണം. എല്ലാവരും വേണ്ടി കൊണ്ടായിരുന്നില്ല. നമുക്ക് രക്ഷപ്പെടാൻ